നമ്മുടെ GoPro ഇപ്പോൾ സെറ്റായി. അപ്പോൾ ഷോർട്ട് ഗൺ മൈക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്തു. കണ്ടോ, കേബിളൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ തൊട്ട് നമ്മൾ ഇതിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വോയിസ് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണാം. നമസ്കാരം ഫ്രണ്ട്സ്, നമ്മൾ ഒരു ഷോർട്ട് ഗൺ മൈക്ക് അൺബോക്സ് ചെയ്യണ വീഡിയോ ആണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. BOYA MM1 മൈക്കാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് കിട്ടി, ബോക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. സീലൊന്നും പൊട്ടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ BOYA MM1 മൈക്രോഫോൺ. ഷോർട്ട് ഗൺ മൈക്രോഫോണാണ്. ഓക്കെ ഓക്കെ നമുക്കപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, പൊട്ടിപ്പോയി. വാവ്, ക്ലാസ് ആയിട്ടാണ് വന്നേക്കണത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് വന്നേക്കണത് വിൻഷീൽഡ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിയ വിൻഷീൽഡാണ്. ഉണ്ട്, എൻ്റെ കൈ വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ട് വിൻഷീൽഡ്. ഓക്കെ, വിൻഷീൽഡ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷോക്ക് മൗണ്ട്. ഇത് നമുക്ക് GoProൻ്റെ മുകളിൽ അല്ലെങ്കിൽ DSLR ക്യാമറയുടെ മുകളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കിതിങ്ങനെ വെക്കാം. ഇതുണ്ട്. പിന്നെ നമുക്ക് 2 കേബിളാണ് വന്നേക്കണത്. ഒന്ന് ഇത് 3.5 mm, ഇത് രണ്ടും 3.5 mm TTRS കണക്ടറും പിന്നെ 3.5 mm TRS കണക്ടറും. അങ്ങനെ 2 കേബിളാണ് വന്നേക്കണത്. നമുക്ക് ക്യാമറ ഏതാണ് സൂട്ട് അതനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇത് സിലിക്ക ജെല്ലാണ്. ഇത് ഒറിജിനൽ ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് ഒറിജിനലാണെന്നുള്ളത്. ചൈന പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇതിടാൻ വേണ്ടി ഒരു ബാഗ് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ അത്യാവശ്യം നല്ല ബാഗാണ്. ലെതറിൻ്റെ വരെയൊക്കെ ഇരിക്കുന്നുണ്ട്. ലെതറൊന്നും അടിക്കില്ല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് വെക്കാം. പിന്നെ ഈ ബോക്സിനകത്ത് വന്നിട്ട് ബോയയുടെ 2 സ്റ്റിക്കറുണ്ട്. പിന്നെ വാറണ്ടി പോളിസി അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു കാർഡുണ്ട്. പിന്നെ ഇതിൻ്റെ മാനുവലുണ്ട്, ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അല്ല, ഇതിനെല്ലാം കൂടി 1613 രൂപയാണ് വന്നത്. ഇത്രയും സാധനം മൈക്കിനകത്തുണ്ട് കേട്ടോ. സോറി, മൈക്ക് കാണിച്ച്. മൈക്രോഫോൺ, ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. ഇത് പറയണത് 15 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. കണ്ട, ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ സൈഡിലുള്ള നോയ്സ് ഒന്നും കിട്ടത്തില്ലെന്നാണ് പറയണത്. നമ്മൾ നേരെ ഏത് ഡയറക്ഷനാണ് വെക്കണത് ആ ഡയറക്ഷനിലെ വോയിസ് മാത്രമേ കിട്ടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഗുണം. അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ കേബിളാണോ, ഈ കേബിളായിരിക്കില്ല. കണ്ട, ഇതിങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് നമുക്ക് ക്യാമറയിലും കൊടുക്കാം. കേബിൾ ഏതാണെന്ന് അറിയില്ല കേട്ടോ, നമുക്ക് നോക്കി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നോയ്സ് കുറവായിരിക്കും എന്നാണ് പറയണത്. ഞാനിതൊരു നോക്കിയിട്ടില്ല, നമുക്ക് നോക്കാം.
കണ്ട ക്യാമറയുടെ മുകളിൽ ഉണ്ടാകുന്നില്ല. ഇതെങ്ങനെ വെക്കും, ഇത് എങ്ങനെ ഓക്കെ ഇങ്ങനെ വെക്കും. ഇതാണ് സാധനം. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോക്ക് ഇനി ഇതിനകത്തായിരിക്കും വോയിസ് വരുന്നത്. നമുക്കൊന്ന് ഇതിൻ്റെ വോയിസൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.